മുമ്പത്തെ അയർലാൻഡ് ഇഷ്യൂ വീഡിയോന്റെ കമന്റ് ബോക്സ് ഫുള്ള് പാർട്ട് ടു. Here we go. മൂജി ഓടിക്കോ, വീട് മാറിയുണ്ട്. വേറെ വല്ലവരുടെ വീടാണ് നീ കുത്തി തുറക്കാൻ നോക്കുന്നത്. വീട് മാറിപ്പോവാനായിട്ടൊരു കാരണമുണ്ട്. നിങ്ങൾ എന്നെ നോക്കണം. പുലർച്ചെ 3:30 സമയം. ഇവിടെ കാണുന്ന എല്ലാ വീടും എല്ലാ ഡോറും ഒരുപോലെ തന്നെ. എനിക്ക് ആകെ അറിയണതാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് വീടൊന്നും. ഞാൻ പോയി തുറന്നത് വേറെ ബ്ലോക്കിൽ സെക്കൻഡ് ലാസ്റ്റ് വീടും. രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകാൻ നിൽക്കുമ്പോ കറക്റ്റ് അവരുടെ ഡോറിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ഒരു ചേച്ചി പുറത്തു വന്നു. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് കാലുപിടിച്ചു പറഞ്ഞു. ചേച്ചി ക്ഷമിക്കണം, രാവിലെ ഞാൻ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ പോയി ഇപ്പൊ ഞങ്ങളുടെ വീടാന്ന് വിചാരിച്ചറിയാണ്ട് ഇതാന്ന് തുറക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു നന്നായിട്ടുണ്ട്, എന്തായാലും പറഞ്ഞത് നന്നായി. ഇവിടെ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രശ്നം ഭാഗ്യ സോൾവ് ആയില്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കോളേജിൽ പോയി തിരിച്ചു വന്നു. അന്നാണ് റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ ഇവിടെ പാട്ടൊക്കെ പാടുന്ന ഒരു പുള്ളിയുണ്ട്. അപ്പൊ ബ്രോയും ഗിറ്റാറിസ്റ്റും ഞങ്ങളെല്ലാവരും കൂടി അവിടെ പാട്ട് പാടി ചില്ല ചെയ്തോണ്ടിരിക്കണായിരുന്നു. പെട്ടെന്നൊരു കോണിംഗ് ബെല്ല്. ബ്രോ പോയി തുറന്നിട്ട് പറഞ്ഞ എന്റെ ഏതോ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന്. ഐ വാസ് ലൈക്ക് എന്റെ ഫ്രണ്ടാ. വന്നിട്ട് ഒരു ദിവസം പോലും ആവാത്ത എനിക്ക് അവിടെ ഫ്രണ്ട്. ഞാൻ പുറത്തു പോയപ്പോ ഈ ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യൻ പുള്ളി എനിക്ക് ഷെയ്ക്കിന്റെ തരാൻ വന്നപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ കൈയൊക്കെ ആകെ വിറച്ചിട്ട് ഞാൻ പുള്ളിക്ക് ഷെയ്ക്കിന്നെ കൊടുത്തു. പുള്ളി പിന്നെ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എനിക്ക് പുള്ളിയോട് എന്തൊക്കെയോ തിരിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പാനിക്കല്ലാത്തോണ്ട് എന്റെ വായന്നൊരു കണയും വരുന്നുണ്ടായിരുന്നില്ല. അണ്ണാക്കിൽ പിരിവെട്ടിക്കണം എന്നെ കണ്ടിട്ട്. ബ്രോ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ നിരവരായിട്ടും തെളിയിച്ചു. പുള്ളി ഒരു നല്ല മനുഷ്യനായോണ്ട് ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് പുള്ളി പോയി. എന്റെ മനസ്സിൽ ഇനി നെക്സ്റ്റ് ടൈം ഒന്നില്ലേ, ഇതാണ് എന്റെ ലാസ്റ്റ് ടൈം എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. രാവിലെ തന്നെ വീട്ടുകാരെ വിളിച്ചിട്ട് ടെൻഷനാക്കിയോണ്ട് അവരെല്ലാവരും ആകെ പേടിച്ചിരിക്കുന്നു. അവരെ വിളിച്ച് പ്രശ്നമൊക്കെ സോൾവ് ആയി എന്ന് പറഞ്ഞപ്പോ അവർക്ക് വാദ്യ സമാധാനായി. ഞാനാണെങ്കിൽ പെട്ടി സാധനങ്ങളൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇനി ഇതൊക്കെ എടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യം വരുമെന്ന് തന്നെ എനിക്ക് തോന്നിയപ്പോ ഞാൻ അതിട്ട് ചെയ്തില്ല. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് ഡേ ഇൻ അയർലൻഡ് എക്സ്പീരിയൻസ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ ബൈ.